അമേരിക്കയിലെ പ്രശസ്ത യാഥാസ്ഥിതിക ഇൻഫ്ലുവൻസറും സംവാദകനുമായ ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ചു. 31 വയസ്സായിരുന്നു. യൂട്ടായിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന സംവാദ പരിപാടിക്കിടെയാണ് കിർക്കിന് വെടിയേറ്റത്. ക്യാമ്പസ് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഉയർന്നു വന്ന കിർക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തനായ അനുകൂലിയായിരുന്നു. യൂട്യൂബ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രേക്ഷകരുള്ള യുവ അമേരിക്കൻ സംവാദകനും യാഥാസ്ഥിതിക രാഷ്ട്രീയ പ്രവർത്തകനുമാണ് ചാർലി കിർക്ക്. ക്യാമ്പസുകളിലെത്തി വിദ്യാർത്ഥികളുമായി കിർക്ക് നടത്തുന്ന രാഷ്ട്രീയ സംവാദ പരിപാടി ഏറെ ശ്രദ്ധേയമായിരുന്നു. ദി അമേരിക്കൻ കംബാക്ക്, പ്രൂവ് മി റോങ് എന്നീ പേരുകളിലുള്ള കിർക്കിന്റെ സംവാദ പരിപാടികൾ പ്രസിദ്ധമാണ്. യൂട്ടാ വാലി സർവകലാശാലയിൽ അമേരിക്കൻ കംബാക്ക് സംവാദ പരിപാടിക്കിടെയാണ് ചാർലി കിർക്ക് വെടിയേറ്റു മരിച്ചത്. കഴുത്തിലാണ് വെടിയേറ്റത്. കിർക്കിന്റെ പരിപാടിയുടെ വേദിക്ക് സമീപം നിന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ചിതറിയോടി. അതീവ ഗുരുതരാവസ്ഥയിൽ കിർക്കിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വളരെ വേഗം മരണം സ്ഥിരീകരിച്ചു. ഒരു വെടിയുണ്ടയാണ് കിർക്കിന്റെ ശരീരം തുളച്ചത്. US പ്രാദേശിക സമയം സെപ്റ്റംബർ 10 ഉച്ചയ്ക്ക് 12:10 സംഭവം. സമീപത്തുണ്ടായിരുന്ന കെട്ടിടത്തിൽ നിന്ന് സ്നൈപ്പർ സ്റ്റൈൽ വെടിവെപ്പുണ്ടായി എന്ന നിഗമനത്തിലാണ് പോലീസ്. അക്രമിക്കായി തെരച്ചിൽ തുടരുകയാണെന്ന് FBI ഡയറക്ടർ കാഷ് പട്ടേൽ അറിയിച്ചു. സംശയം തോന്നിയ 2 പേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും വിട്ടയച്ചു. സർവകലാശാലയിൽ കിർക്കിന്റെ പരിപാടി അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് ക്യാമ്പസിൽ 1000 പേരൊപ്പിട്ട നിവേദനം സമർപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിര് നിൽക്കാനാകില്ല എന്ന നിലപാടിൽ സർവകലാശാല ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിശക്തമായ ഇസ്രയേൽ അനുകൂലവാദം ഉയർത്തിയിരുന്ന കിർക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത അനുകൂലിയാണ്. രാജ്യത്തെ സംബന്ധിച്ച് ഇരുണ്ട ദിനമെന്നാണ് ട്രംപ് കിർക്കിന്റെ കൊലപാതക വാർത്തയോട് പ്രതികരിച്ചത്. കിർക്കിനെ ഇതിഹാസമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് വൈറ്റ് ഹൌസിൽ നിന്നുള്ള വീഡിയോ സന്ദേശത്തിൽ ദുഃഖവും ഞെട്ടലും പ്രകടിപ്പിച്ചു. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ അടക്കമുള്ള നേതാക്കളും കൊലപാതകത്തെ അപലപിച്ചു. ജനാധിപത്യത്തിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്ന് ബിൽ ക്ലിന്റൺ അടക്കമുള്ള ഡെമോക്രാറ്റ് നേതാക്കൾ പ്രതികരിച്ചു. ഇസ്രയേലിൽ നിന്ന് മന്ത്രിമാരടക്കം കിർക്കിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. കൊലപാതകം ജനാധിപത്യത്തിന് ഭീഷണിയെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പ്രതികരിച്ചു. 1993 ഇല്ലിനോയിൽ ജനിച്ച കിർക്ക് 18-ാം വയസ്സ് മുതൽ ക്യാമ്പസിൽ യാഥാസ്ഥിതിക ആശയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. വംശീയത, കുടുംബം തുടങ്ങിയ വിഷയങ്ങളിൽ കിർക്കിന്റെ നിലപാടുകൾ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. ചാർലി കിർക്കിന്റെ പോഡ്കാസ്റ്റുകളും പ്രഭാഷണ പരിപാടികളും ദശലക്ഷക്കണക്കിന് ആളുകളാണ് പിന്തുടർന്നിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.